ഗോപാൽ കൂടിയുണ്ട്. ഗോപാൽ കിഴക്കേക്കോട്ട ബസ് സ്റ്റോപ്പിലാണ് ഉള്ളത്. ഗോപാൽ, വെരി ഗുഡ് മോർണിംഗ് ഗോപാൽ. ഇന്നു മുതൽ യാത്ര ആരംഭിക്കുകയാണ്. KSRTC ബസ്സുകൾ മിക്കവാറും എല്ലാ ബസ്സുകളിലും ഒക്കെ റിബണും ബലൂണും ഒക്കെ അണിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. സ്വകാര്യ ബസ്സുകളും രാവിലെ കിഴക്കേക്കോട്ടയിൽ യാത്ര തുടങ്ങുന്നുണ്ട്. സ്ത്രീകളൊക്കെ രാവിലെ തന്നെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടോ? ഇന്നിപ്പോൾ 8:30 ശേഷമാണ് സൗജന്യ യാത്രയുള്ളത്. 8:30 മുമ്പ് സൗജന്യ യാത്ര ഇല്ലെന്ന് തോന്നുന്നു അല്ലേ ഗോപാൽ? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ KSRTC ബസ്സുകളെല്ലാം തന്നെ ഈ കിഴക്കേക്കോട്ട ബസ് സ്റ്റോപ്പിലേക്ക് രാവിലെ തന്നെ പതിവ് പോലെ എത്തുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പ്രിയദർശിനി എന്ന് ബോർഡ് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ എഴുതിയിട്ടുള്ളത് ഇത്തരം ബസ്സുകളിൽ നിലവിൽ ഇപ്പോൾ അനൗൺസ്മെന്റ് അടക്കം നടക്കുന്നുണ്ട്. ഇപ്പോൾ 8:30 ശേഷം മാത്രമായിരിക്കും ഈ ബസ്സുകളിൽ സൗജന്യ യാത്ര ഉണ്ടാവുക. അതുവരെ സാധാരണഗതിയിൽ എങ്ങനെയാണോ ടിക്കറ്റ് എടുത്ത് സ്ത്രീകൾ യാത്ര ചെയ്യേണ്ടത് അങ്ങനെ തന്നെ പോകണം എന്ന അറിയിപ്പാണ് ഇപ്പോൾ ഔദ്യോഗികമായി ഇവിടെ അനൗൺസ്മെന്റ് ആയി തന്നെ വിളിച്ച് പല ആവർത്തി പറയുന്നുണ്ട്. ഈ കിഴക്കേക്കോട്ട ബസ് സ്റ്റോപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ തിരുവനന്തപുരം നഗരത്തിൽ തമ്പാനൂർ കഴിഞ്ഞാൽ എത്തുന്ന ഒരു ബസ് സ്റ്റോപ്പാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ രണ്ടു വശങ്ങളിലായി ഒരു വശത്ത് പ്രൈവറ്റ് ബസ്സുകളും മറുവശത്ത് KSRTC ബസ്സുകളും നിരനിരയായി നിരത്തിയിട്ട് ഒരേപോലെ ആളെ കയറ്റി പോകുന്ന ഒരു ഇടം കൂടി ആണ് ഈ പ്രദേശം എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമുക്ക് ഇവിടെ കുറച്ച് ചേച്ചിമാരും അമ്മമാരൊക്കെ ഉണ്ട്. അമ്മേ, ഇന്നു മുതൽ സൗജന്യ യാത്രയാണ്, അറിഞ്ഞായിരുന്നോ? അവൻ കാക്കുന്നുണ്ടോ അതോ ഇപ്പോഴേ പോകുന്നോ? ഇല്ല വേറൊരു ബസ്സുണ്ട്, ഇതിലല്ല വേറൊരു ബസ്സിലാണ് കിട്ടും. നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് സന്തോഷമുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് 2 ബസ് അറിയാം. നമ്മൾ അങ്ങോട്ട് 4 ബസ്സാണ് ഒരു ദിവസം. അപ്പൊ ദിവസം എത്ര രൂപ ചെലവാകുമായിരുന്നു നേരത്തെ? ഒരു ദിവസം 80 രൂപ ആവും. 80. ഇനി തൊട്ട് 80 രൂപ വേണ്ട. സന്തോഷം എനിക്ക് കിട്ടിയാൽ എഴുതിയിരിക്കുന്നത് നോക്കിയിട്ട് കയറണം കേട്ടോ, അല്ലെങ്കിൽ അതിൽ കിട്ടത്തില്ല ബാക്കി ബസ്സുകൾ. മെഡിക്കൽ കോളേജ്. അപ്പോ ഈ അമ്മമാരെല്ലാം വലിയ സന്തോഷത്തിലാണ് ഇവരെ ഉള്ളത്. കാരണം അവർ പറയുന്നു നേരത്തെ ഈ നമ്മോട് സംസാരിച്ച ചേച്ചിക്ക് ഏകദേശം 80 രൂപയാണ് ഒരു ദിവസം യാത്രാക്കൂലി മാത്രം. അതിനിടയിൽ സിറ്റി ഫാസ്റ്റ് ബസ്സുകൾ കൂടി അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. പ്രേക്ഷകർക്ക് കാണാം, ചില ബസ്സുകളിൽ സിറ്റി ഫാസ്റ്റ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിറ്റി ഫാസ്റ്റ് എന്ന് രേഖപ്പെടുത്തുന്ന ബസ്സുകളിൽ സൗജന്യ യാത്രയില്ല. പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ സ്റ്റിക്കർ പതിച്ചിരിക്കുന്ന ബസ്സുകളിൽ മാത്രമാണ് സ്ത്രീ സൗജന്യ യാത്രയുള്ളത്. ഒരു യാത്രക്കാർ പറഞ്ഞത് കേട്ടില്ലേ, 4 ബസ് കയറണമായിരുന്നു, 80 രൂപ ചെലവാകുമായിരുന്നു. ഇനിയിപ്പോൾ അത് വേണ്ടല്ലോ എന്നുള്ളതാണ്. അതെന്ന് പറഞ്ഞാൽ 20 ദിവസം അവർ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 1200 രൂപ മാസം മിച്ചം വരും. റോഷിയുണ്ട് നമുക്കിപ്പം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന്. റോഷി, ഗുഡ് മോർണിംഗ് റോഷി. തമ്പാനൂർ ബസ് സ്റ്റാൻഡിലും യാത്രക്കാരുകളൊക്കെ എത്തിയിട്ടുണ്ടാവും. പക്ഷേ 8:30 ശേഷം മാത്രമേ സൗജന്യ യാത്രയുള്ളൂ. അനൗൺസ്മെന്റുകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? KSRTC ഓർഡിനറി ബസ്സുകൾ നെടുമങ്ങാട്ടേക്ക് പോകുന്നതും പേരൂക്കടയ്ക്ക് പോകുന്നതും കാട്ടാക്കടയ്ക്ക് പോകുന്നതുമായിട്ടുള്ള ഓർഡിനറി ബസ്സുകളെല്ലാം തമ്പാനൂരിൽ നിന്ന് തന്നെയല്ലേ പുറപ്പെടുന്നത്? യാത്രക്കാരൊക്കെ എത്തുന്നുണ്ടോ? എന്താണ് അവിടുത്തെ അവസ്ഥ? പൊതുവെ ജീവനക്കാരുടെയൊക്കെ അഭിപ്രായം എന്താണ് റോഷി? അരുൺകുമാർ, ഞാൻ നിൽക്കുന്നത് നേരത്തെ അശ്വിൻ ബസ് കാണിച്ചല്ലോ, അതിന്റെ നേരെ എതിർവശത്താണ്. ഇവിടെ ഉദ്ഘാടന ചടങ്ങ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. അവിടെ ഉദ്ഘാടനത്തിന് മനോഹരമായ വേദിയൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. ഇത് ബസ് ടെർമിനലിന്റെ നേരെ മുൻവശം, റെയിൽവേ സ്റ്റേഷന്റെ എതിർവശത്ത്. ഇനി നമുക്ക് ഇവിടെയൊക്കെയുള്ള യാത്രക്കാരുടെ പ്രതികരണമാണ് നേടേണ്ടത്. കാരണം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനമായിരുന്നു UDF-ന്റേത് ഇന്ദിരാഖാരണ്ടിയിലെ വനിതകൾക്കുള്ള സൗജന്യ ബസ് യാത്ര. അത് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ പ്രഖ്യാപനമാകുന്നു, തീരുമാനമാകുന്നു, അത് നടപ്പിലാകുന്നു ഇന്ന്. ഇപ്പോൾ ഇവിടെ ബസ് സ്റ്റോപ്പിലൊക്കെ ഒട്ടേറെ യാത്രക്കാരുണ്ട്. അവർ ഇന്നു മുതൽ സൗജന്യ യാത്ര തുടങ്ങുക. എങ്ങനെ, ഹാപ്പിയാണോ? എവിടത്തേക്കാ പോകുന്നത്? ഞാൻ കൊല്ലം. ഓർഡിനറി ബസ്സിൽ മാത്രമാണ് യാത്ര ആദ്യം. മറ്റ് സൂപ്പർ ഫാസ്റ്റിലും യാത്ര സൗജന്യമാക്കണമെന്ന അഭിപ്രായമുണ്ടോ? അങ്ങനെ അഭിപ്രായമില്ല, ഓർഡിനറി മതി. അപ്പൊ അങ്ങനെ എല്ലാവരും ഹാപ്പിയാണ്. അവർക്ക് വനിതകൾക്ക് പരിഗണന ലഭിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഓർഡിനറി ബസ് എന്നത് അല്ല, അതിനപ്പുറത്തേക്ക് വനിതകളെ സർക്കാർ പരിഗണിച്ചു എന്ന രീതിയിലാണ് അവർ പലരുടെയും അഭിപ്രായം വരുന്നത്. നമുക്ക് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോകാം. ബസ് സ്റ്റോപ്പിൽ കുറച്ച് യാത്രക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രതികരണം നമുക്ക് എടുക്കാം. ഇതിൽ ഈ ഉദ്ഘാടനം കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്രയുടെ ടിക്കറ്റ് ലഭ്യമാകും അവരുടെ മെഷീനിൽ. ഇന്നു മുതൽ സൗജന്യ യാത്ര തുടങ്ങിയാണ്. എങ്ങനെയാ കാണുന്നത്? നല്ലതാണ്, ഹാപ്പിയാണ്. ഓർഡിനറി ബസ്സിൽ മാത്രമാണ് യാത്ര സൗജന്യം. മറ്റ് ബസ്സുകളിലും യാത്ര സൗജന്യമാക്കേണ്ടതല്ലേ? സർക്കാരിന്റെ നയപരമായ തീരുമാനമല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. എന്നാലും പിന്നീട് അങ്ങനെ എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര ഉണ്ടാകും.